എന്തായിരിക്കും അവസ്ഥ 4-ാം തീയതി ആകുമ്പോൾ? 4-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ചരിത്രം തിരുത്തിക്കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരും. ഇവിടെ സുനിൽകുമാർ സൂചിപ്പിച്ച പോലെ 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഓൾട്ടർനേറ്റീവ് ഗവൺമെന്റ് ആയതുകൊണ്ട് കോൺഗ്രസ് പല കണക്കൂട്ടലുണ്ടായിരുന്നു, പല ചർച്ചകൾ നടത്തി. ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രിമാരെ മാത്രമല്ല, അന്ന് കളക്ടർമാരെ വരെ നിശ്ചയിച്ചു, ലിസ്റ്റ് എഴുതിയെന്നാണ്. പക്ഷെ എന്തുണ്ടായി? ഉണ്ടായെന്ന ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ആ നിലയ്ക്കുള്ള ചർച്ച വരെ നടന്നു. കാരണം ഉറപ്പ് ഗവൺമെന്റ് വരുമെന്നല്ലേ ചിന്തിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു 2021 വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി പോവാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എന്തിനു മാറ്റി നിർത്തണം കേരളം? അതല്ലേ കാര്യം. കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും മാതൃകാപരമായ വികസനം, വോട്ടിംഗ് പെർസെന്റേജ് കൂടി, പൊതുവെയുള്ള വോട്ടിംഗ് പെർസെന്റേജ് കൂടി, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏത് ഘടകമായിരിക്കും LDFിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കാൻ പോകുന്നത്? അല്ല, ഇവിടെ നമുക്കറിയാമല്ലോ, സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഭാര്യമാർ വേലക്കാരല്ല. അങ്ങ് ശ്രദ്ധിച്ചുള്ളത്. ഇത് നേരത്തെ മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. വെറുതെ ഒരു ജോലിയില്ല വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു അംഗീകാരം ഇല്ലായിരുന്നു. 1000 രൂപ പ്രഖ്യാപിച്ചില്ലേ? അതൊരു വലിയ അംഗീകാരമല്ലേ സ്ത്രീകൾക്ക്? അതുകൊണ്ടാണ് വലിയ ക്യൂ ഉണ്ടായത്. അങ്ങനെ അത് മാത്രമല്ലല്ലോ, പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ആളുകൾക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചു. ഇതുപോലെ വ്യക്തികളെ സഹായിച്ച ഒരു ഗവൺമെന്റിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. വികസനം എന്ന് പറയുന്നത് റോഡും പാലവും മാത്രമല്ല. റോഡും പാലവും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഈ 10 വർഷം കൊണ്ട് കേരളത്തിൽ ഇന്നോളം നടക്കാത്ത വികസനം നടന്നു നമുക്കെല്ലാം അറിയാം.